2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുക എന്നതിൽ കുറഞ്ഞൊരു ലക്ഷ്യവും കോൺഗ്രസിനില്ല. അതിനുവേണ്ടി കഴിയുന്നത്ര രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തിവരുന്നത്. മലബാറിൽ ഉൾപ്പെടെ പരമാവധി കരുത്തു കാട്ടുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. മലബാറിന് പുറത്തേക്ക് കൂടുതൽ സീറ്റുകളിൽ വിജയം ലക്ഷ്യമിട്ട് മുസ്ലിം ലീഗും കരുക്കൾ നീക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 20 വർഷമായി MLA ഇല്ലെന്ന ക്ഷീണം തീർക്കാൻ കോൺഗ്രസും ചർച്ചകൾ ആരംഭിച്ചതോടെ UDFൽ സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവം. സീറ്റുകൾ വെച്ചുമാറുന്നതിൽ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും മുതിർന്ന നേതാക്കൾ ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇരു പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇതുവരെ നേതാക്കൾ തയ്യാറായിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ 2006 മുതൽ ഇങ്ങോട്ടുള്ള 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ്. മുന്നണിയെ കാത്തതാകട്ടെ മുസ്ലിം ലീഗും. 2006 കോഴിക്കോട്ടെ 12 നിയമസഭാ സീറ്റുകളിൽ 11 സീറ്റിലും LDF നേടിയപ്പോൾ കുന്ദമംഗലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി ലീഗ് പിന്തുണയോടെ ജയിച്ച UC രാമന് മാത്രമാണ് വിജയം നേടാനായത്. 2011 13 നിയമസഭാ സീറ്റുകളിൽ 10ലും LDF വിജയിച്ചപ്പോൾ UDF നേടിയ 3 സീറ്റിലും വിജയിച്ചത് ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു. തിരുവമ്പാടിയിൽ നിന്നും C മൊയിൻകുട്ടിയും കോഴിക്കോട് സൗത്തിൽ നിന്നും MK മുനീറും കൊടുവള്ളിയിൽ നിന്ന് VM ഉമ്മറുമാണ് UDF പ്രതിനിധികളായി നിയമസഭയിലെത്തിയത്. 2016 13 സീറ്റുകളിൽ 11 സീറ്റും LDF വിജയിച്ചപ്പോൾ UDF ജയിച്ച 2 ലീഗിന്റെ സീറ്റുകളായിരുന്നു. കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ളയും കോഴിക്കോട് സൗത്തിൽ MK മുനീറും. ഏറ്റവും അവസാനം നടന്ന 2021 തെരഞ്ഞെടുപ്പിലും UDF കോഴിക്കോട് ജില്ലയിൽ 2 സീറ്റിൽ ഒതുങ്ങി. വടകരയിൽ RMPI സ്ഥാനാർത്ഥി KK രമയും കോഴിക്കോട് സൗത്തിൽ നിന്ന് മാറിയ MK മുനീർ കൊടുവള്ളിയിലും വിജയിച്ചു. 2001 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ UDFന് 6 സീറ്റുകൾ വിജയിക്കാനായപ്പോൾ 2 സീറ്റുകൾ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു എന്നതൊഴിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയില്ലെന്നതാണ് മണ്ഡലം വെച്ചുമാറുന്നതിലേക്ക് കോൺഗ്രസിനെയും എത്തിച്ചത്. മലബാറിന് പുറത്ത് കൂടുതൽ ജില്ലകളിൽ സീറ്റുകൾ ലക്ഷ്യമിടുന്ന ലീഗിനും സീറ്റുകൾ വെച്ചുമാറുന്നതിൽ അതൃപ്തിയില്ല. നിലവിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിച്ചാൽ വിജയിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 2016 ലീഗ് സ്ഥാനാർത്ഥി VM ഉമ്മർ മാസ്റ്ററിനെ പരാജയപ്പെടുത്തി CPMലെ ജോർജ് M തോമസ് പിടിച്ചെടുത്ത മണ്ഡലമാണ് തിരുവമ്പാടി. 2021 ലീഗിന് മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. CP ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ച് CPMലെ ലിൻഡോ ജോസഫാണ് തിരുവമ്പാടിയിൽ നിന്നും നിയമസഭയിലെത്തിയത്. തുടർച്ചയായി 2 വട്ടം ലീഗ് തോറ്റ മണ്ഡലം ഏറ്റെടുക്കുന്നത് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം ഉറപ്പാകുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കത്തോലിക്ക സഭാ നേതൃത്വം പോലും മുന്നോട്ട് വെച്ചിരുന്നു. ലീഗ് അതിന് വഴങ്ങിയിരുന്നില്ല. ഈ മണ്ഡലം അടുത്ത തവണ കോൺഗ്രസിന് ലീഗ് നൽകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. 1980 മുതൽ CPMന്റെ കുത്തകയായ പേരാമ്പ്ര മണ്ഡലത്തിൽ വർഷങ്ങളായി UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് M ആണ് മത്സരിച്ചു വന്നത്. കഴിഞ്ഞ തവണ ജോസ് കെ മണി വിഭാഗം LDFലേക്ക് പോയപ്പോൾ പേരാമ്പ്രയ്ക്ക് പകരം കുറ്റ്യാടി അവർക്ക് നൽകുകയും CPMൽ പ്രാദേശിക എതിർപ്പ് രൂക്ഷമായപ്പോൾ ഒടുവിൽ തിരിച്ചു CPMന് തന്നെ വിട്ടു നൽകുകയുമായിരുന്നു. UDFലാകട്ടെ ലീഗിന് അധികമായി അനുവദിച്ച 3 സീറ്റിൽ 1 പേരാമ്പ്രയായിരുന്നു. കോങ്ങാടും കൂത്തുപറമ്പുമായിരുന്നു മറ്റു സീറ്റുകൾ. ലീഗ് സ്ഥാനാർത്ഥിയായി CH ഇബ്രാഹിംകുട്ടി മത്സരിച്ചിട്ടും ഇടത് സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനോട് 22,592 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഈ സീറ്റ് ലീഗിൽ നിന്നും തിരിച്ചുവാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള പുതിയ പരീക്ഷണത്തിനാണ് ശ്രമം. പകരം കൊയിലാണ്ടി സീറ്റ് ലീഗിന് നൽകാനാണ് ആലോചന. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങൾ വെച്ചുമാറണമെന്ന ആവശ്യം കുറച്ചു കാലമായി കണ്ണൂരിലെ കോൺഗ്രസിനകത്തു നിന്നും ലീഗിനകത്തു നിന്നും ഉയരുന്നുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K സുധാകരന് കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അഴീക്കോട് നിന്നാണെന്നിരിക്കെ മണ്ഡലം വെച്ചുമാറാനാണ് ആലോചന. ജില്ലയിൽ ലീഗിന് ഏറ്റവും ശക്തിയുള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ്. കോർപ്പറേഷനിൽ നിർണായക ശക്തിയുമാണ് ലീഗ്. കണ്ണൂർ സീറ്റ് കിട്ടിയാൽ ജയിച്ചു കയറാമെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു. മലബാറിന് പുറത്തേക്കും പല മണ്ഡലങ്ങളിലും കോൺഗ്രസും ലീഗും തമ്മിൽ പരസ്പരം വെച്ചുമാറലിന്റെ സമവായത്തിലേക്ക് എത്തിയേക്കാം. വാശി കാട്ടി കൂടുതൽ സീറ്റ് കൈക്കലാക്കുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മണ്ഡലങ്ങളിലെ വിജയം ഉറപ്പാക്കുക എന്നതാണ് കോൺഗ്രസും ലീഗും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം.